വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ? ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണോ? എങ്കിൽ നിങ്ങൾക്കിതാ ഒരു അവസരം. ദുബായിലോ അബുദാബിയിലോ ഡെലിവറി ബോയ് ആവാം. മാസം 80,000 മുകളിൽ വരുമാനം നേടാം. നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സ്വകാര്യ പൊതു പങ്കാളിത്തത്തോടെ മാലിന്യ സംസ്കരണ പ്ലാന്റ് കഞ്ചിക്കോട് ഉടൻ പ്രാവർത്തികമാകും. പ്ലാന്റ് ഒരുങ്ങുന്നത് 11.5 ഏക്കർ ഭൂമിയിൽ. ജില്ലയിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരത്തോടൊപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ചിലവ് കുറയുമെന്നും ആശ്വാസം. മന്ത്രി MP രാജേഷിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം പാലക്കാട്. മങ്കര കാളിക്കാവ് റെയിൽവേ മേൽപ്പാലത്തിന് റെയിൽവേ ഏറ്റെടുത്ത ഭൂമിക്ക് ന്യായവില ലഭിക്കുമോ എന്ന ആശങ്കയിൽ ഭൂ ഉടമകൾ. പ്രതിസന്ധിയിലായി 19 കുടുംബങ്ങൾ. K. ശാന്തകുമാരി MLAയുടെ നേതൃത്വത്തിൽ നേതൃയോഗം മങ്കരയിൽ. യോഗയിലൂടെ പരമാത്മാവുമായി ഒന്നിക്കുക, വിശ്വാസത്തിലൂടെ ലോകവുമായി ഒന്നിക്കുക എന്ന സന്ദേശമുയർത്തി അന്താരാഷ്ട്ര യോഗാ ദിനം ഇന്ന്. സ്വകാര്യ പൊതുപങ്കാളിത്തത്തോടെ മാലിന്യ സംസ്കരണ പ്ലാന്റ് കഞ്ചിക്കോട് ഉടൻ പ്രവർത്തനം തുടങ്ങും. 11.5 ഏക്കർ സ്ഥലത്താണ് പ്ലാന്റ് തുടങ്ങുക. ഇതോടെ ജില്ലയിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് വലിയൊരു പരിഹാരമാകുന്നതോടൊപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാലിന്യം സംസ്കരിക്കാനായി വരുന്ന ചെലവുകൾ കുറയ്ക്കാനാകും. മന്ത്രി MP രാജേഷിന്റെ നേതൃത്വത്തിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട യോഗം പാലക്കാട് കളക്ട്രേറ്റിൽ നടന്നു. വ്യവസായ മേഖലയിലെ 11.5 ഏക്കർ സ്ഥലത്താണ് പ്ലാന്റ് സ്ഥാപിക്കുന്നത്. പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് പദ്ധതിയായാണ് ഇത് നടപ്പിലാക്കുന്നത്. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് ഈ പദ്ധതിയുടെ നോഡൽ ഏജൻസി. ബ്ലൂ പ്ലാനറ്റ് ബേസ് സൊല്യൂഷൻസ് എന്ന കമ്പനിയാണ് പ്ലാന്റിന്റെ സാങ്കേതികപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഈ പ്ലാന്റ് വരുന്നതോടെ പാലക്കാട് ജില്ലയിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് വലിയൊരു പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാലിന്യ സംസ്കരണത്തിനായി വരുന്ന വലിയ ചിലവ് കുറയ്ക്കാനും ഇത് സഹായിക്കും. യോഗത്തിൽ തദ്ദേശ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമ, ജില്ലാ കളക്ടർ G. പ്രിയങ്ക, ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ UV ജോസ്, വിവിധ തദ്ദേശ സ്ഥാപന അധ്യക്ഷർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മങ്കര കാളിക്കാവ് റെയിൽവേ മേൽപ്പാലത്തിനായി ഏറ്റെടുക്കുന്ന ഭൂമിക്ക് ന്യായവില ലഭിക്കുമോ എന്ന ഉടമകളുടെ ആശങ്ക അകറ്റാൻ K. ശാന്തകുമാരി MLAയുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർത്തു. യോഗത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരും ഭൂ ഉടമകളും പങ്കെടുത്തു. 19 കുടുംബങ്ങളാണ് ആശങ്കയിലായിരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. യോഗത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരും ഭൂ ഉടമകളും പങ്കെടുത്തു. 2021 പുറത്തിറക്കിയ വിജ്ഞാപന പ്രകാരം 19 പേരുടെ ഭൂമിയാണ് മേൽപ്പാല നിർമ്മാണത്തിനായി ഏറ്റെടുത്തത്. ഭൂമി ഏറ്റെടുക്കൽ 2021 തന്നെ പൂർത്തീകരിച്ചെങ്കിലും ഭൂ ഉടമകൾക്ക് വില നിശ്ചയിച്ച തുക നൽകാനായില്ല. ഏറ്റെടുക്കുന്ന ഭൂമി നിലമായതിനാൽ ഭൂ ഉടമകൾ ആവശ്യപ്പെടുന്ന വില നൽകാൻ നിയമ തടസ്സമുണ്ടെന്നും പറഞ്ഞു. നിലവിൽ ഏറ്റെടുക്കുന്ന ഭൂമിക്ക് 65,000 രൂപയാണ് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത്. ഈ കാലയളവിൽ ഭൂമി തരം മാറ്റി അവർക്ക് കോടതിയെ സമീപിച്ച് ഉയർന്ന വില ആവശ്യപ്പെടാമെന്നും MLA പറഞ്ഞു. ഭൂമി ഏറ്റെടുത്ത് മേൽപ്പാലം പണി തുടങ്ങിയാൽ പണി അനിശ്ചിതമായി നീളുമോ എന്ന ആശങ്കയും കർഷകരായ ഭൂവുടമകൾ പങ്കുവച്ചു. ശേഷിക്കുന്ന ഭൂമിയിൽ വിളവിറക്കാനാകാതെ മേൽപ്പാലം പണി തുടരുന്ന സാഹചര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും MLA പറഞ്ഞു. കൊടുക്കുന്ന ഭൂമിക്കനുസരിച്ച് ലഭിക്കുന്ന സംഖ്യ കുറവാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഒരു ആവശ്യം, അവരുടെ ഒരു പ്രശ്നമായി മുന്നോട്ട് വെച്ചത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് വ്യക്തമായി നിയമപരമായ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അതോടൊപ്പം തന്നെ ആ പ്രദേശത്തിൻ്റെ പ്രത്യേകത എല്ലാം പാഡി ലാൻഡാണ്. വീട് വെച്ചിരിക്കുന്ന ഭൂമി അടക്കം അതിൻ്റെ തരം മാറിയിരുന്നില്ല. നേരത്തെ നിലം എന്ന നിലയിലാണ്, പുരയിടം എന്ന നിലയിൽ ആയില്ലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നിലവിൽ അവിടുത്തെ ലാൻഡ് വാല്യൂ അനുസരിച്ചുകൊണ്ട് ഒരു മാർക്കറ്റ് വാല്യൂ കൊടുക്കാനാവില്ല. മറിച്ച് ഇത് ഏറ്റെടുക്കുന്നതിൻ്റെ 3 വർഷം മുമ്പ് രജിസ്റ്റർ ചെയ്യപ്പെട്ട ഹയർ ആയിട്ടുള്ള ആധാരങ്ങളുടെ വില പരിശോധിച്ചതിൻ്റെ ഒരു ആവറേജാണ് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 2019 തുടങ്ങി ഒക്കെ തന്നെ അവിടെ പ്രളയവും കോവിഡൊക്കെ വന്നതുകൊണ്ട് ഇവിടെ ഈ ഭൂമി നിൽക്കുന്നിടത്ത് പലയിടങ്ങളിലും ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടില്ല. അതുകൊണ്ട് ഒരു ഉയർന്ന വില ലഭ്യമാകുന്ന ഒരു കാര്യത്തിനകത്ത് നിയമപരമായ ചില പ്രയാസങ്ങൾ ഇന്നത്തെ യോഗത്തിൽ കണ്ടെത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പരസ്പരം സംസാരിക്കുകയും അതിൽ പരമാവധി കൊടുക്കാൻ ഗവൺമെൻറ് കൊടുക്കാൻ, കാരണം 21-ാം തീയതി തീരുമാനിച്ചതിന് ശേഷം ഇന്നുവരെയുള്ള അവാർഡ് ചെയ്യാൻ പറ്റുന്ന സമയത്തുള്ള സംഖ്യ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് ഒരു സെൻറ്റിന് കൃഷിഭൂമിക്കടക്കം ഒരു സെൻറ്റിന് 65,000 രൂപയാണ് ഇപ്പോൾ വില നിശ്ചയിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ അത് പലർക്കും അത് പോരാ എന്ന നിലൊരു സംസാരമുണ്ടായി. തുടർന്ന് അതിൽ കുറേ കൂടി കളക്ടർ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് എങ്ങനെ അവർക്ക് അനുകൂലമാക്കി കൊടുക്കാം എന്നതിനെ സംബന്ധിച്ച് തീരുമാനമുണ്ടായി. എന്നാൽ 2024 ഹൈക്കോടതി വിധി പ്രകാരം ഒരു പ്രത്യേക ആവശ്യത്തിനു വേണ്ടി ഏറ്റെടുക്കുന്ന ഭൂമിക്ക് 2 തരത്തിൽ നൽകാനാവില്ലെന്ന വസ്തുതയും MLA ചൂണ്ടിക്കാട്ടി. എന്നാൽ നിലവിൽ ലഭിക്കുമെന്ന് പറയുന്ന 65,000 രൂപ ബേസിക് എമൗണ്ടാക്കി അംഗീകരിച്ച് നൽകണമെന്ന് ഭൂ ഉടമകൾക്ക് വേണ്ടി പങ്കെടുത്ത ഷൺമുഖൻ മങ്കര യോഗത്തിൽ ആവശ്യപ്പെട്ടു.
ലാൻഡ് അക്വിസിഷൻ സ്പെഷ്യൽ തഹസിൽദാർ മധു, വാർഡംഗം KV രാമചന്ദ്രൻ, ജൂനിയർ സൂപ്രണ്ട് ഹേമ, പഞ്ചായത്ത് സെക്രട്ടറി കണ്ണൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചെറുതുരുത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്ന ചടങ്ങിൽ ജാതി മതഭേദമന്യേ നിരവധി ആളുകൾ പങ്കെടുത്തു. ഓക്കെ, അവർ ചെയ്യുന്നുണ്ട്. വലത് കാല് മാത്രം 90 ഡിഗ്രി ടേൺ ചെയ്യൂ. നിങ്ങളുടെ വലത് കാല് 90 ഡിഗ്രി ടേൺ ചെയ്യൂ. ഓക്കെ, കൈകൾ, എന്നിട്ട് ഈ കാൽമുട്ട് വളയ്ക്കുക. വീരഭദ്രാസനം. കാൽമുട്ട് കാൽവിരൽ ക്രോസ് ചെയ്ത് പോവാത്ത രീതി. ഒരേ ഭൂമി ഒരേ ആരോഗ്യത്തിനു വേണ്ടി യോഗ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് ചെറുതുരുത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രം വിവിധ പരിപാടികൾ നടത്തിയത്. കേരളത്തിന്റെ സാംസ്കാരിക കേന്ദ്രമായ കലാമണ്ഡലവും ചേർന്ന് 300-ൽ പരം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു പരിപാടി. കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്ന യോഗാ ദിനാചരണം കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ VC ദീപ് അധ്യക്ഷത വഹിച്ചു. സ്ഥാപനത്തിന്റെ ബയോ കെമിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ N തമിഴ്ശെൽവൻ, റിസർച്ച് ഓഫീസർ ഡോക്ടർ PP പ്രദീപ് കുമാർ, റിസർച്ച് ഓഫീസർ ഡോക്ടർ ബിനിത തുടങ്ങിയവർ സംസാരിച്ചു. ആർട്ട് ഓഫ് ലിവിംഗ് യോഗ പരിശീലകൻ രാജേഷ് പൊക്കണ്ടത്ത് കോമൺ യോഗ പ്രോട്ടോകോൾ അവതരണത്തിന് നേതൃത്വം നൽകി. ജാതിമത ഭേദമന്യേ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രം തെറാപ്പി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച യോഗ ഡാൻസും ഉണ്ടായിരുന്നു. പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റും വിശിഷ്ടാതിഥികൾക്ക് മൊമെന്റായും നൽകി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുണ്ടൂർ ഞാറക്കോട് സ്വദേശി കുമാരൻ്റെ വീടും കുടുംബാംഗങ്ങളെയും മന്ത്രി MB രാജേഷ് സന്ദർശിച്ചു. വന്യമൃഗങ്ങളെ ആക്രമണങ്ങൾ തടയുന്നതിന് കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. പ്രദേശത്ത് സ്കൂൾ ബസ്സുകൾ വിദ്യാർത്ഥികളെ വീട് വരെ എത്തിക്കുന്ന നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വന്യമൃഗ ആക്രമണങ്ങൾ തടയുന്നതിന് കർശന നടപടികൾ സ്വീകരിക്കുമെന്നും പ്രദേശവാസികളുടെ പ്രധാന ആവശ്യങ്ങളായ സോളാർ ഫെൻസിംഗ്, റെയിൽ ഫെൻസിംഗ്, സ്ട്രീറ്റ് ലൈറ്റ് എന്നിവ സ്ഥാപിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. സ്കൂൾ ബസ്സുകൾ വിദ്യാർത്ഥികളെ വീട് വരെ എത്തിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നും അതിനായി ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അറിയിച്ചു. പ്രദേശവാസികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വനം വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിക്കൊപ്പം പ്രാദേശിക ജനപ്രതിനിധികളും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കേരളശ്ശേരി യൂണിറ്റ് കൺവെൻഷൻ കുണ്ടലശ്ശേരി UP സ്കൂളിൽ സംഘടിപ്പിച്ചു. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ ഉദ്ഘാടനം ചെയ്തു. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാരണം രാമകുട്ടിയുടെ സ്ഥലം മാറ്റിയത് കൊണ്ടാണോ എന്ന് അറിയില്ലാതെ രാമകുട്ടിയുടെ എന്നോട് പറഞ്ഞു. നമ്മൾ എപ്പോഴും സൊസൈറ്റി ബാങ്ക് ഹാളിലാണ് വെച്ചുകൊണ്ടിരുന്നത്. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത്തവണ കുണ്ടശ്ശേരി സ്കൂളിലോട്ട് മാറ്റി. പക്ഷെ ആളുകൾ വളരെ കുറവാണ്. നമുക്ക് എന്താ നോക്കാം. പിന്നെ അടുത്ത യൂണിറ്റ് സമ്മേളനങ്ങളിൽ മുഴുവൻ ആൾക്കാരും പങ്കെടുപ്പിക്കണം. നമുക്കറിയാം കേരളശ്ശേരിയിലെ പെൻഷൻ യൂണിറ്റ് സമ്മേളനങ്ങൾ നിരവധി കാര്യങ്ങൾക്ക് കേരളശ്ശേരി പഞ്ചായത്തിനോട് കൂടിയും നമ്മളോടുകൂടി ഒരുമിച്ച് സംയോജിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളൊപ്പം നിൽക്കുന്ന യൂണിറ്റ് സമ്മേളനം. രാജവംശർക്ക് പ്രായം മറന്നുകൊണ്ട് രാമകുട്ടിയേട്ടനായിക്കോട്ടെ എല്ലാവരും പ്രായം മറന്നുകൊണ്ട് പഞ്ചായത്തിന്റെ കാര്യങ്ങളായിക്കോട്ടെ നമ്മുടെ ഈ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ഒന്നിച്ച് പ്രവർത്തിക്കുന്ന സംഘടനാ യൂണിറ്റാണ് കേരളശ്ശേരിയിലെ പെൻഷൻ അസോസിയേഷൻ. യൂണിറ്റ് പ്രസിഡന്റ് V ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി PN മോഹൻദാസ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ നവാഗതരെ സ്വീകരിച്ചു. ഫിസിക്സിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ അരവിന്ദിന് ഉപഹാരം നൽകി അനുമോദിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം P സത്യഭാമ, P രാജഗോപാലൻ, C കൃഷ്ണദാസ്, M ശിവശങ്കരൻ, A സരസ്വതി എന്നിവർ സംസാരിച്ചു. KK രാമൻകുട്ടി സ്വാഗതവും K കൃഷ്ണദാസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ റോട്ടറി ക്ലബിൻ്റെയും PK ദാസ് ഹോസ്പിറ്റലിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വാണിയംകുളത്ത് ബ്ലോസം പാർക്ക് നിർമ്മിച്ചു നൽകി. ഷൊർണൂർ MLA P മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. രീതിയിൽ ഇങ്ങനത്തെ കാര്യങ്ങളെ സംബന്ധിച്ച് ഇടപെടുന്നുണ്ട്. അതല്ലേ അവരുടെ എന്താ ശേഷി, അവരുടെ ശേഷി, സംഘബലം, സംഘടനാ ശേഷി, അത് അവർ തന്നെ നേരത്തെ പറഞ്ഞല്ലോ അതിനു വേണ്ടിയുള്ള പണം അവർ തന്നെ കണ്ടെത്തുകയാണ്. മനസ്സിലായില്ല, ഓരോരുത്തരും ഇതിനനുസരിച്ച് കൊണ്ട് അത് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു സേവന പ്രവർത്തനം തന്നെയല്ലേ. ഏറ്റവും വലിയ സേവന പ്രവർത്തനമാണ്. നിങ്ങളുടെ ക്ലബുണ്ടായിട്ട് എന്താ കാര്യം എന്ന് നാട്ടുകാർ ചോദിക്കണമെന്നുള്ള ഉത്തമമായ ഒരു മറുപടിയാണ് ഇതെന്നത്. മനസ്സിലായില്ലേ, ജനങ്ങൾക്ക് ആ വാഹനങ്ങളത്ത് പോയി നോക്കി നിങ്ങൾ റോട്ടറി ക്ലബ്ബ് അങ്ങനെ പല ഭാഗത്തുണ്ട് കേട്ടോ. വൈകുന്നേരങ്ങളിൽ മുതിർന്നവർക്കും കുട്ടികൾക്കും ഉല്ലസിക്കാൻ പറ്റിയ ഊഞ്ഞാലുകളും മറ്റു അടിസ്ഥാന സൗകര്യത്തോടു കൂടിയാണ് ബ്ലോസം പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ V സിന്ധു വിശിഷ്ടാതിഥിയായി. PK ദാസ് ഹോസ്പിറ്റൽ ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ കൃഷ്ണദാസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. റോട്ടറി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ മുണ്ടനാട്ട്, റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ ഹരീന്ദ്രനാഥ്, ചാർട്ടർ പ്രസിഡന്റ് സയ്യിദ് മുളയ്ക്കൽ, റോട്ടറി ചെയർമാൻ രാമു ചാതനാത്ത്, ഡോക്ടർ കൃഷ്ണകുമാർ, ജിഷ് പ്രകാശ്, രവി ചോയിക്കൽ എന്നിവർ സംസാരിച്ചു.
റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് NP കൃഷ്ണകുമാർ സ്വാഗതവും സെക്രട്ടറി KC രാജേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരള LLB എൻട്രൻസ് പരീക്ഷയിൽ 10ാം റാങ്ക് കരസ്ഥമാക്കിയ മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ 3ാം വാർഡിൽ മമ്മുള്ളിപ്പറമ്പിൽ അദ്ദുവിൻ്റെ മകൾ തൻസിറയെ മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വീട്ടിലെത്തി ആദരിച്ചു. അഡ്വക്കേറ്റ് K ശാന്തകുമാരിയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അനിതയും ചേർന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ ഉപഹാരം നൽകി. CPM ലോക്കൽ കമ്മിറ്റിയുടെ ഉപഹാരം ലോക്കൽ സെക്രട്ടറി OV സ്വാമിനാഥൻ കൈമാറി. സെൻട്രൽ ബ്രാഞ്ച് കമ്മിറ്റിയുടെ ഉപഹാരം MK മനോജും കൈമാറി. M ഉണ്ണികൃഷ്ണൻ, നൌഷാദ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. പഞ്ചായത്തിലെ പ്രിയപ്പെട്ട തൻസീർ ഇവിടെയുണ്ട്. അവർ ഈ കഴിഞ്ഞ LLBക്ക് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷനിൽ കേരളത്തിലെ എൻട്രൻസ് എക്സാമിനേഷനിൽ 10ാം റാങ്ക്, ആദ്യത്തെ 10 റാങ്കിൽ പ്രിയപ്പെട്ട തൻസീറാണ് വന്നിട്ടുള്ളത്. വളരെ വളരെ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. കാരണം മണ്ണൂർ പോലുള്ള പഞ്ചായത്തിനകത്ത് ഒരു സാധാരണക്കാരായിട്ടുള്ള ആളുകളിൽ നിന്ന് മിടുക്കിയായി വളർന്ന് ഇപ്പോൾ നന്നായി പഠിച്ച്, അതായത് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഈ ഒരു അർഹമായിട്ടുള്ള നേട്ടം മാത്രമല്ല, നിരവധിയായിട്ടുള്ള സാംസ്കാരിക പരിപാടികളൊക്കെ. PN പണിക്കരുടെ സ്മരണ പുതുക്കിക്കൊണ്ട് പരുത്തിപ്പുറ TMS LP സ്കൂളിൽ വായനോത്സവം സംഘടിപ്പിച്ചു. പുസ്തക പരിചയം, പോസ്റ്റർ നിർമ്മാണം, ക്യൂസ് തുടങ്ങിയ ക്ലാസ് തല പ്രവർത്തനങ്ങൾക്ക് പുറമെ പുതിയ സ്കൂൾ വായനാമുറി ഷൊർണൂർ നഗരസഭാ കൗൺസിലർ ദിലീപ് കുഞ്ഞുങ്ങൾക്കായി തുറന്നുകൊടുത്തു. ചടങ്ങിൽ കുട്ടി കർഷകൻ അഭിനവിനെ അനുമോദിച്ചു. പ്രധാനാധ്യാപിക നജാത്ത് ടീച്ചർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മാനേജ്മെൻറ്റ് പ്രതിനിധി സിജു മാസ്റ്റർ, BRC ട്രെയിനർ ശങ്കരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. സീനിയർ അധ്യാപിക മൈമൂന ചടങ്ങിന് നന്ദി പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വകാര്യ പൊതു പങ്കാളിത്തത്തോടെ മാലിന്യ സംസ്കരണ പ്ലാന്റ് കഞ്ചിക്കോട് ഉടൻ പ്രാവർത്തികമാകും. പ്ലാന്റ് ഒരുങ്ങുന്നത് 11.5 ഏക്കർ ഭൂമി. ജില്ലയിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരത്തോടൊപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ചിലവ് കുറയുമെന്നും ആശ്വാസം. മന്ത്രി MP രാജേഷിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം പാലക്കാട്. മങ്കര കാളിക്കാവ് റെയിൽവേ മേൽപ്പാലത്തിന് റെയിൽവേ ഏറ്റെടുത്ത ഭൂമിക്ക് ന്യായവില ലഭിക്കുമോ എന്ന ആശങ്കയിൽ ഭൂ ഉടമകൾ. പ്രതിസന്ധിയിലായി 19 കുടുംബങ്ങൾ. K ശാന്തകുമാരി MLA നേതൃത്വത്തിൽ നേതൃയോഗം മങ്കരയിൽ. യോഗയിലൂടെ പരമാത്മാവുമായി ഒന്നിക്കുക, വിശ്വാസത്തിലൂടെ ലോകവുമായി ഒന്നിക്കുക എന്ന സന്ദേശമുയർത്തി അന്താരാഷ്ട്ര യോഗാ ദിനം ഇന്ന്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.